ഈ സമയത്ത് ഏത്തവാഴ നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 5 വിത്ത് 10 വിത്തൊക്കെ വെക്കുന്നവരുടെ ആവശ്യമാണ് ഇത്. അപ്പോൾ ഏത്തവാഴ നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പം ഒരു വളവും ഇംഗ്ലീഷ് വളങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഒന്നാം തരം നാടൻ വളം തന്നെയാണ് ചേർക്കുന്നത്. അത് ചാണകവും പൊടിയും മറ്റേ നമ്മുടെ അടുക്കള വേസ്റ്റും ചാരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനമാണിത്. ചാണകപ്പൊടിയൊക്കെയാണ്. അപ്പോൾ അത് നടുന്ന രീതി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 8-10 കിലോ കൊല കിട്ടും. അപ്പം ഈ നടൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1.5 അടി കുഴിയാണ്. 1.5 അടി കുഴിയാണ്. അപ്പോൾ അത് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് ഇട്ടു. ഇതിനകത്ത് കുറച്ച് മണ്ണിട്ട് വെച്ച് കുറച്ച് മിക്സ് ചെയ്ത ചാണകപ്പൊടി ഇട്ടു. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തു. ഏതാണ്ട് 3 കിലോ ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തു, എല്ലാം എടുത്തിങ്ങനെ മിക്സ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഴവിത്ത് നമ്മൾ എടുക്കുമ്പോൾ ഈ സൈസ് വാഴവിത്ത് എടുക്കണം. ഉണ്ട വാഴവിത്ത് എടുത്ത് കേടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കണം. കേടില്ലെങ്കിൽ ഇച്ചിരി കുമ്മായപ്പൊടിയോ വല്ല പൊടി തേച്ചിട്ട് എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ നടുക. അപ്പം മണ്ണിട്ട് മിക്സ് ചെയ്തു. അതെടുത്തു നമ്മൾ കുറച്ച് മണ്ണൂടെ പുറത്തിട്ടു. അങ്ങനെ ഇട്ടു. ബാക്കി ഒരു 1.5 കിലോ ഇവിടെ ഇരിപ്പുണ്ട് ചാണകപ്പൊടി മിക്സ് ചെയ്തു. അതിൻ്റെ അതെന്ന് പറയുക എല്ലാ സാധനവും ഉണ്ട്. കോഴി വേസ്റ്റും ചാണകപ്പൊടിയും ചാരവും എല്ലാം മിക്സ് ചെയ്തതാണ്. ഒരു ഇംഗ്ലീഷ് വളവും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ കൂടെ നല്ല വളം കിട്ടത്തില്ല. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ആ വാഴവിത്തിൻ്റെ പാതി ആയി. വാഴവിത്തിൻ്റെ പാതി ആയിരിക്കണം. അപ്പോൾ 5 വിത്ത് 10 വിത്ത് 15 വിത്തൊക്കെ നമ്മുടെ സ്വന്തം വീടിൻ്റെ ഒരിടത്ത് തന്നെ നടുമ്പോൾ നമുക്കിങ്ങനെ നട്ട് കഴിഞ്ഞാൽ വലിയ ചിലവില്ല, ഒന്നുമില്ല. നടൻ്റെ ഒരു 1.5 അടി കുഴി ഇച്ചിരി വീതിയിലെടുക്കും. എടുക്കുന്നതിന് വെച്ചാൽ വേരോടാൻ വേണ്ടിയാണ്. പിന്നെ മണ്ണും ഇതോടെ മിക്സ് ചെയ്യുക, ചാണകപ്പൊടിയോടെ 1.5 കിലോ. അത് കഴിഞ്ഞപ്പോൾ 1.5 കിലോ കുറച്ച് മണ്ണും ഇട്ട് വെച്ച് ഇതിൻ്റെ പാതി ആയി കഴിയുമ്പം 1.5 കിലോ ചാണകപ്പൊടി എല്ലാം കൂടെ. അപ്പോൾ മൊത്തം 3 കിലോ ആയുള്ളൂ. കണ്ടോ, എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ മണ്ണിടുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഏത്തവാഴ നടുന്നത്. അപ്പോൾ യാതൊരു ഇംഗ്ലീഷ് വളം ചേരാതെ നമുക്ക് തന്നെ ചെയ്യും. ഇത് കിളിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അന്നേരം മൂടടുപ്പിച്ചിട്ട് കൊടുക്കല്ലേ. കണ്ടോ, ഏതാണ്ട് അതിൻ്റെ കരുത്തോളമായി. അപ്പം നല്ല ഏത്തക്ക കഴിക്കാം നമുക്ക്. ഉണ്ടോ, അപ്പം ഏത്തവാഴ വിത്ത് എടുക്കുമ്പോൾ അതുകൊണ്ട് ഇടത്തരം വിത്തുകൾ എടുക്കുക. തീരെ പൊടി വിത്തുകൾ എടുക്കല്ലേ. അതും അടി നല്ല ഉണ്ട വിത്തായിരിക്കണം. പിന്നെ കേടുണ്ടാവാൻ പാടില്ല. അതെ, ഞാൻ ഇന്ന് 25 വാഴ വിത്ത് നട്ടു ഇതുപോലെ. ഇതുപോലെ ഇടുമ്പോൾ വലിയ കല്ലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എടുത്ത് കളയണം. കാര്യം വേരല്ല ഓടത്തില്ല. വേരോടാൻ വേണ്ടി വലിയ കല്ലൊക്കെ വരുവാണെങ്കിൽ എടുത്ത് കളയണം. ചില ആൾക്കാർ വലിയ കല്ലോടെ ഇട്ട് മണ്ണ് വിട്ടങ്ങ് ശരിയാക്കും. അങ്ങനെ വലിയ കല്ല് വരുമ്പം മാറ്റിക്കളയുക. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ആദ്യം 1.5 അടി കുഴി എടുക്കുക, കുറച്ച് മണ്ണിടുക, 1.5 കിലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത ചാണകപ്പൊടി ഇടുക. എന്നിട്ട് മണ്ണും അതുകൊണ്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ചെറിയ കുഴി എടുത്തിട്ട് അതങ്ങ് നടുക. പിന്നീട് കുറച്ച് മണ്ണൂടെ ഇട്ട് വയ്ക്കുക. അതിൻ്റെ മണ്ടയിൽ 1.5 കിലോ ചാണകപ്പൊടി ഉണ്ട്, അതുകൂടെ ഇടുക. മൊത്തം 3 കിലോ ചാണകപ്പൊടി ഇട്ടും വെച്ച് അതിൻ്റെ കരുത്തോളം മണ്ണിടുക. വലിയ കല്ലുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ വാരി കളയുക. എന്നാലേ വേരോടത്തുള്ളൂ.
ഇതാണ് ഏത്തവാഴ ഇപ്പം നടേണ്ട രീതി. ഇതാണ് നമ്മുടെ വീട്ടിലൊക്കെ നടാനുള്ള സൗകര്യം ഇതാണ്. അതിന് ഒരു ഇംഗ്ലീഷ് വളത്തിൻ്റെയും ആവശ്യം നമുക്കില്ല. ഇതുപോലെ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ ചവിട്ടി ഉറപ്പിക്കുക. ചവിട്ടി വേണം ഉറപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഏത്തവാഴ നടേണ്ട രീതി.